ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനിടയിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ച മീഡിയ വൺ വാർത്ത ആരും മറന്നു കാണില്ല. 11-കാരനായ കുട്ടി ഹോട്ടലിൽ രാപ്പകൽ ജോലി ചെയ്തതായിരുന്നു ധനസുമോദ് കണ്ടെത്തിയത്. വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് സന്നദ്ധ സംഘടനയായ ഇർസ ഫൗണ്ടേഷൻ അറിയിച്ചിരുന്നു. അറാറിയ ജില്ലയിലെ ഫോർബസ്ഗഞ്ചിൽ കൂടുതൽ കുട്ടികൾ പഠനത്തിന് തയ്യാറാകുന്നു എന്നതാണ് സന്തോഷ വാർത്ത. ചട്ടുകവും കത്തിയും വെടിവെച്ച് ആ കുഞ്ഞിക്കൈകളിൽ പുസ്തകവും പേനയും ഏൽപ്പിച്ചു. ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്നും സ്കൂളിൻ്റെ അരങ്ങിലേക്കാണ് കുട്ടിയെത്തിയത്. ബിരിയാണിയുടെ എണ്ണവും തുകയും പറഞ്ഞ് കാശ് വാങ്ങാനും ബാക്കി നൽകാനും കഴിയുന്ന ബാലന് അക്ഷരങ്ങളോ അക്കങ്ങളോ എഴുതാൻ അറിയില്ല. അതുകൊണ്ട് LKG ക്ലാസ്സിലെ സിലബസാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അടിസ്ഥാന പാഠങ്ങൾ ഉറയ്ക്കുന്നതോടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് മാറ്റും. ഇർസ ഫൗണ്ടേഷൻ നടത്തുന്ന ലിറ്റിൽ ഏഞ്ചൽ സ്കൂളിലേക്ക് മാതാവിനൊപ്പമാണ് കുട്ടിയെത്തിയത്. ഇനി മുതൽ സ്കൂൾ ഹോസ്റ്റലിലാണ് താമസം. ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ ലഭിച്ചിരുന്ന തുക വീട്ടുചെലവിനായി ഇർസ ഫൗണ്ടേഷൻ നേരിട്ട് നൽകുന്നുണ്ട്. മീഡിയ വൺ ന്യൂസ് കണ്ടതിന് പിന്നാലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ആ കുട്ടിയെ ഇർസ ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തുകയും ചെയ്തു. കുട്ടിയുടെ പഠന ചെലവും വീട്ടുചെലവും ഏറ്റെടുത്തതറിഞ്ഞ് അതേ നാട്ടിലെ ഇത്തരത്തിലുള്ള 2 കുട്ടികളുടെ ഉമ്മമാർ കൂടി ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി വിദ്യാഭ്യാസം നൽകാവുന്നതാണ്. പഠനം മുടങ്ങിയവരോ വിവിധ സാഹചര്യങ്ങളാൽ സ്കൂളിൽ പോകാൻ കഴിയാത്തവരോ ആയ കുട്ടികളാണ് വിദ്യാലയത്തിലേക്ക് ചേരാൻ തയ്യാറെടുക്കുന്നത്. അടച്ചിട്ട നിരവധി അക്ഷരവാതിലുകളാണ് മീഡിയ വൺ വാർത്തയെ തുടർന്ന് തുറന്നു നൽകിയത്. ബീഹാറികളായ ഈ നിസ്വരായ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെങ്കിൽ നല്ലവരായ മനുഷ്യരുടെ പിന്തുണ കൂടിയേ തീരൂ. ധനസുമോദ്, മീഡിയ വൺ.